നവരാത്രിയോടനുബന്ധിച്ച് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നടൻ ജയറാമിന്റെ പവിഴമല്ലിത്തറ മേളം അല്പസമയത്തിനകം ആരംഭിക്കും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തുടർച്ചയായി 12ാം തവണയാണ് ചോറ്റാനിക്കര ദേവിക്ക് മുന്നിൽ ജയറാം പവിഴമല്ലിത്തറ മേളത്തിന് എത്തുന്നത്. ಸ್ವಲ್ಪ ಒಮ್ಮೆ ತಳ್ಳಿ ಮಾಡ್ತಿರ್ತೀವಿ ಆಸೆನೇ ಒಂದು ಇರ್ತದೆ ಮತ್ತೆ ಎ ಸಿ അതെ, നമസ്കാരം. ഒരുപാട് സന്തോഷം, അഭിമാനം. 12ാമത്തെ പ്രാവശ്യം ഒരു മേള പ്രമാണിസ്ഥാനത്ത് നിന്നുകൊണ്ട് ചോറ്റാനിക്കര അമ്മയുടെ നടയിൽ ഈ പവിഴമല്ലിയുടെ ചോട്ടിൽ നിൽക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. അതൊരു വലിയ മഹാഭാഗ്യം. അതും 12ാമത്തെ പ്രാവശ്യമാണ് ഇപ്രാവശ്യം പവിഴമല്ലിത്തറ മേളവുമായിട്ട് ഈ നടയിൽ നിൽക്കുന്നത്. ഇപ്രാവശ്യത്തെ സന്തോഷം പല കാരണങ്ങൾ കൊണ്ട് ഒരുപാടാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 11 വർഷവും എൻ്റെ കൂടെ സഹകരിച്ച കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ, ഈ 11 വർഷവും എന്നോടൊപ്പം ഇവിടെ നിന്നിട്ടുള്ള കലാകാരന്മാർ, എല്ലാവർക്കും നന്ദിയും കടപ്പാടുകളും എല്ലാം പറയുന്നു ഈ സമയത്ത്. ഇപ്രാവശ്യം എൻ്റെ ഗുരുനാഥൻ്റെ ഒരു സാന്നിധ്യമാണ് ഏറ്റവും വലിയ സന്തോഷം. അദ്ദേഹം ഇന്ന് ഇവിടെ നിന്ന് മേളം കണ്ട് അനുഗ്രഹിച്ച് പോകാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ശ്രീരാജും ശ്രീകാന്തും എൻ്റെ വലത്തേക്കൂട്ടും ഇടത്തേക്കൂട്ടുമുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, മുൻപിൽ നിൽക്കുന്ന 11 ഉരുട്ട് ചെണ്ടകളും എൻ്റെ കൂടെ നിൽക്കുന്ന 17 പേരും കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പ്രമാണവരാണ്. ഇലത്താളത്തിലായാലും കൊമ്പിലായാലും കുഴലിലായാലും നിൽക്കുന്നവരെല്ലാം ഇന്ന് കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രമാണക്കാരാണ്. അപ്പോൾ അതെല്ലാം ചേർന്ന് വരുമ്പോൾ ഒരു നല്ല മേളം അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ സഹകരണം, ദേവസ്വം ബോർഡിൻ്റെ സഹകരണം, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഇതിനുള്ള മെമ്പർ വന്നിട്ടുണ്ട്, ദേവസ്വത്തിൻ്റെ മാമുണ്ട്, കൂടെ മറ്റ് എല്ലാവരുമുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ആദരിക്കുകയും കൂടി ആണ് ഈ സമയം ഞാൻ ചെലവഴിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഇവിടെ ഇത് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു തന്ന് ഇത് സ്പോൺസർ ചെയ്യുന്ന രാമരാജൻ്റെ ഓണറായിട്ടുള്ള ശ്രീ നാഗരാജൻ അവറുകൾ, അദ്ദേഹം ഇതിനുവേണ്ടി മാത്രം ഒരുപാട് ദൂരെ നിന്നാണ് ഇവിടേക്ക് എത്തിയത്. അതിനുള്ള ഒരു സർ ரொம்ப സന്തോഷം, ரொம்ப മகிழ்ச்சி. എല്ലാവർക്കും എല്ലാ വാഴ്ത്തുക്കളും, എല്ലാം കുടുംബത്തിലെ എല്ലാവർക്കും താങ്ക് യുങ്ക. അപ്പോൾ 1-2 പേരെ ഒന്ന് ആദരിക്കുന്നൊരു ചടങ്ങുണ്ട്. എൻ്റെ ഗുരുനാഥനെ ആദരിക്കണം, ഇദ്ദേഹത്തെ ആദരിക്കണം, ദേവസ്വം ബോർഡിൻ്റെ അവരാദരിക്കണം. അതിനുള്ളൊരു പെർമിഷൻ ചോദിക്കുന്നു. താങ്ക് യു. ദേവീക്ഷേത്രത്തിന്റെ നടൻ ജയറാമിന്റെ പവിഴമല്ലിത്തറ മേളം അല്പസമയത്തിനകം ആരംഭിക്കും. ഇതിനു മുന്നോടിയായി അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. 12ാം തവണയാണ്, തുടർച്ചയായി 12ാം തവണയാണ് ചോറ്റാനിക്കര ദേവിക്ക് മുന്നിൽ ജയറാം പവിഴമല്ലിത്തറ മേളത്തിന് എത്തുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എടുക്കുമായിരിക്കും കേട്ടോ. ഒന്ന് ഹോൾഡ് ചെയ്ത് തൽക്കാലം ഈ ലൈവ് പോട്ടെ, എന്നിട്ട് നോക്കട്ടെ. അതാണെങ്കിൽ ഒന്ന് നോക്കാം എന്നിട്ട് കയറിയാൽ മതി. നവരാത്രിയോടനുബന്ധിച്ച് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ നടൻ ജയറാമിന്റെ പവിഴമല്ലിത്തറ മേളം അല്പസമയത്തിനകം ആരംഭിക്കും. ഇതിനു മുന്നോടിയായി അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. നിഷ ദിലീപുണ്ട് നമുക്കൊപ്പം. നിഷ, തുടർച്ചയായി 12ാം തവണയാണ് ചോറ്റാനിക്കര ദേവിക്ക് മുന്നിൽ ജയറാം പവിഴമല്ലിത്തറ മേളത്തിന് എത്തുന്നത്. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എങ്ങനെയാണ് ഈ നവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള ക്ഷേത്രത്തിലെ ചടങ്ങുകൾ, മറ്റ് വിശേഷങ്ങൾ? രാഖി, മധ്യകേരളത്തിലെ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര.
ചോറ്റാനിക്കരയിലെ ഉത്സവം, പ്രധാന ഉത്സവം ചോറ്റാനിക്കര മകം തൊഴിലാണെങ്കിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഉത്സവമാണ് നവരാത്രി ഉത്സവം. 9 ദിവസം, ഇത്തവണ 9 രാവും 10 പകലും നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ചോറ്റാനിക്കരയിലേത്. ഈ 9 ദിവസവും വിവിധ കലാകാരന്മാരുടെ പരിപാടികളടക്കമാണ് ക്ഷേത്രത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ നവരാത്രി കാലത്ത് പ്പെട്ടത് 3 ദിവസങ്ങളാണ്. ദുർഗാഷ്ടമി മുതലുള്ള 3 ദിവസങ്ങൾ, ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി. ഇതിൽ ഇന്ന് ദുർഗാഷ്ടമി ദിവസമാണ്. ഇന്ന് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പരിപാടി ജയറാമിൻ്റെ പവിഴമല്ലിത്തറ മേളമാണ്. തുടർച്ചയായി 12ാം വർഷമാണ് ജയറാം ചോറ്റാനിക്കര ദേവിക്ക് മുന്നിൽ പവിഴമല്ലിത്തറ മേളം അവതരിപ്പിക്കുന്നത്. ഇത്തവണ ജയറാമിൻ്റെ ഗുരുസ്ഥാനീയൻ്റെ മക്കളടക്കമുള്ള ആളുകളാണ് ജയറാമിനൊപ്പം പവിഴമല്ലിത്തറ മേളത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ 9 മണിയോടുകൂടി പവിഴമല്ലിത്തറ മേളം ആരംഭിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നതെങ്കിലും അല്പം വൈകുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ പവിഴമല്ലിത്തറ മേളം ആരംഭിക്കും. ക്ഷേത്രത്തിൽ നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ദേവിയുടെ എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. എഴുന്നള്ളിപ്പിന് ശേഷം നട തുറന്നപ്പോഴാണ് ജയറാം ഇവിടെ എത്തിയത്. ക്ഷേത്രത്തിൽ തൊഴുത് അതിനുശേഷം ഇപ്പോൾ മേളത്തിനായി യിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പവിഴമല്ലിത്തറ മേളം ഇവിടെ ആരംഭിക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ജയറാം നേരത്തെ പറഞ്ഞത് നമ്മൾ കേട്ടു. തുടർച്ചയായി 12ാം വർഷമാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്ത് നൽകുന്ന ശരി നിഷ, നവരാത്രിയോടനുബന്ധിച്ച് ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ നടൻ ജയറാമിന്റെ പവിഴമല്ലിത്തറ മേളം അല്പസമയത്തിനകം ആരംഭിക്കും. 9 മണിയോടുകൂടി മേളം ഉണ്ടാകും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്തായാലും പരിപാടി അല്പം ഒന്ന് താമസിക്കുന്നുണ്ട്. എന്തായാലും ഉടനടി പരിപാടി തുടങ്ങും എന്നുള്ളതാണ്. നിഷ ദിലീപാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു